മക്കളെ, ഓൾ ഇന്ത്യയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യയിൽ MBBS-നും BDS-നും അതേപോലെ BSc നേഴ്സിങ്ങിനും ബാക്കിയായിരിക്കുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സ്ട്രേ റൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കുമൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാത്തവർ പുതിയതായി രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിൽ ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഓർക്കുക, രജിസ്ട്രേഷൻ ഫീയും ഒക്കെ അടയ്ക്കേണ്ടി വരും. അതൊക്കെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ നോക്കുക, ഡിസംബർ 18 തുടങ്ങി, അതേപോലെ ഡിസംബർ 20 വൈകിട്ട്, അതായത് ഉച്ചയ്ക്ക് 3 മണി വരെയാണ് രജിസ്ട്രേഷൻ സമയം. ഡിസംബർ 20 ഉച്ചയ്ക്ക് 3 മണി വരെയാണ് സമയം. എന്നാൽ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയം 6 മണി വരെയുണ്ട്. 20 വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ്, അതായത് രജിസ്ട്രേഷൻ്റെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സമയമുണ്ടാവും. ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയം ഡിസംബർ 18 തുടങ്ങി ഡിസംബർ 21 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യാൻ. രജിസ്റ്റർ ചെയ്യാനുള്ള സമയം 20 ഉച്ചയ്ക്ക് 3 മണി വരെയാണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ സമയമുണ്ടാവും. ചോയ്സ് ലോക്കിങ്ങിൻ്റെ ഫെസിലിറ്റി 4 മണിക്ക് ശേഷമാണ്. 20 4 മണിക്ക് ശേഷം 21 12 മണി വരെയാണ്. നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക 23 ഡിസംബർ 23 വരും. ഡിസംബർ 24 തുടങ്ങി ഡിസംബർ 31 വരെയുള്ള 8 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സമയമുണ്ടാവുക. ഇനി അതിനുശേഷം റൗണ്ട് 5 BDS-നും BSc നേഴ്സിങ്ങിനുമായിട്ട് ചിലപ്പോൾ നടക്കും. അതിന് ഫസ്റ്റ് ജനുവരി 1 തുടങ്ങി ജനുവരി 2 9 മണി വരെ, രാവിലെ 9 മണി വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷനും പേയ്മെൻറ്റ് ഫെസിലിറ്റിക്കും ഒക്കെ ഉള്ള സമയം. പേയ്മെൻറ്റിനുള്ള സമയം കുറച്ചുകൂടി ഉണ്ട്, 11 മണി വരെ ഉണ്ട്. 2 11 മണി വരെ സമയമുണ്ടാവും. രജിസ്റ്റർ ചെയ്യാനുള്ള സമയം രാവിലെ 9 തീർത്താൽ 11 മണി വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയമുണ്ടാവും. ഇനി ജനുവരി 1 തുടങ്ങി ജനുവരി 2 ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ചോയ്സ് ലോക്കിങ്ങിൻ്റെ ഫെസിലിറ്റി 8 മണിക്ക് തുടങ്ങും. 2 8 മണി തുടങ്ങി 1 മണി വരെയാണ്. ഇവിടെയും നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. ജനുവരി 3 അതിൻ്റെ റിസൾട്ട് വരും. ജനുവരി 4 തുടങ്ങി 10 വരെയുള്ള 7 ദിവസങ്ങളാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ ആദ്യ റൗണ്ടുകൾക്ക് ശേഷം കുറേ സീറ്റുകൾ ബാക്കി വന്നതുകൊണ്ടാണ് സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നടത്തുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നടത്തുന്നത് MBBS-നുണ്ടാവും, അതേപോലെ BDS-നുണ്ടാവും, അതേപോലെ BSc നഴ്സിങ്ങിനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് വേക്കൻസി അവർ ഡിക്ലെയർ ചെയ്തിരുന്നു. ആ സീറ്റ് വേക്കൻസിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് MCCയുടെ സൈറ്റിൽ കിട്ടും. BDS-ൻ്റെയും BSc നഴ്സിങ്ങിൻ്റെയും ഒന്നിച്ചും MBBS-ൻ്റെ വേറെയുമായിട്ടാണ്. ഇപ്പോൾ നിലവിൽ അവർ റിലീസ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് കേരളത്തിലെ മഞ്ചേരിയിൽ മാത്രമാണ്, ബാക്കി വേറെ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുണ്ട്. മഞ്ചേരിയിൽ മാത്രം ഒരു ഓപ്പൺ സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ആ സീറ്റ് വേക്കൻസിയുടെ ലിസ്റ്റ്, ആ PDF കുറേ പേജുകളുണ്ട്. ആ 2 ഫയലും, BDS BSc നഴ്സിങ്ങിൻ്റെ ഫയലും MBBS-ൻ്റെ ഫയലും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ MCCയുടെ സൈറ്റിൽ നിന്ന് ഇത് ഡയറക്റ്റിയും എടുക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ഹോൾഡിംഗ് എനി സീറ്റ് ഇൻ ഏർലി റൗണ്ട്, അതായത് ഓൾ ഇന്ത്യ MCC റൗണ്ട് വഴി, മറ്റേതെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിൽ പ്രശ്നമില്ല, MCCയുടെ റൗണ്ട് വഴി MCCയുടെ റൗണ്ട് വഴി ഓൾ ഇന്ത്യയിലോ, കീമിൻ്റെ റൗണ്ട് വഴി സ്റ്റേറ്റിലോ, കീമ് വഴി സ്റ്റേറ്റിലോ ഒരു സീറ്റും എടുക്കാത്ത കുട്ടിക്കാണ് ഇതിന് അവസരമുണ്ടാവുക. അതായത് MBBS BDS-ന് മാത്രമാണ്. ഇനി നിങ്ങൾ മറ്റേ ആയുഷ് കോഴ്സിൽ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കോഴ്സ് ലീവ് ചെയ്ത് പോകുമ്പോൾ അവിടെ കോമ്പൻസേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതൊക്കെ കോളേജിൽ അന്വേഷിച്ചിട്ടേ ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാവൂ. MBBS-നോ BDS-നോ ഓൾ ഇന്ത്യ വഴിയോ സ്റ്റേറ്റ് വഴിയോ നിങ്ങളൊരു സീറ്റ് എടുത്തിട്ടുണ്ടാവരുത് എന്ന് മാത്രമാണ്. അതായത് കാൻഡിഡേറ്റ്സ് ഹു ആർ ഹോൾഡിംഗ് എനി സീറ്റ്, മുൻ റൗണ്ടുകളിൽ ഓൾ ഇന്ത്യയിലോ, അതായത് MCCയുടെ റൗണ്ട് വഴിയോ സ്റ്റേറ്റ് വഴിയോ ഓൾറെഡി ഒരു സീറ്റ് MBBS BDS BSc നഴ്സിംഗ്, ഈ 3 കാറ്റഗറിക്ക്, ഈ BSc നഴ്സിംഗ് കേരളത്തിൽ LBS വഴി എടുത്തവർക്ക് ഇത് ബാധകമല്ല. പക്ഷേ നിങ്ങൾ LBS വഴി എടുത്ത കോളേജിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ട കോമ്പൻസേഷനെ കുറിച്ച് ഒരു ധാരണയായിട്ട് ഇതിലേക്ക് കടക്കാവൂ. ഓക്കെ, അങ്ങനെയുള്ളവർ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ റൗണ്ട് വഴി LBS ഇതിന് ബാധകമല്ല. ഓൾ ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് റൗണ്ടിൽ MBBS-ഓ BDS-ഓ, ഇപ്പോൾ കേരളത്തിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ MBBS-ഓ BDS-ഓ കിട്ടിയ കുട്ടിക്ക് പറ്റൂല. ഓൾ ഇന്ത്യയിൽ MBBS-ഓ BDS-ഓ MCC നടത്തിയ BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് വഴിയോ കയറിയ കുട്ടിക്ക് മാത്രമാണ് പറ്റാത്തത്. ഓക്കെ, however candidates will have to do fresh choice filling
നിങ്ങൾ മുൻ റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് അല്ലെങ്കിൽ അന്ന് ചോയ്സ് ഫില്ലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ. മുമ്പ് എനി ചോയ്സ് സബ്മിറ്റഡ് ഏർലിയർ വിൽ ബി ട്രീറ്റഡ് ആസ് നൾ. മുമ്പ് ഉള്ള റൗണ്ടുകളിലൊക്കെ കൊടുത്തൊന്നും ബാധകമല്ല. ഇനി അതേപോലെ നിലവിലൊരു സീറ്റുള്ള കുട്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും ഇതിനകത്ത് സാധ്യതയില്ല, അതും ശ്രദ്ധിക്കാം. ഇനി റീഫണ്ടബിൾ ആയിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് കാൻഡിഡേറ്റ്, ഇത് നമ്മൾ ആദ്യ റൗണ്ടിൽ MCCയുടെ രജിസ്ട്രേഷൻ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിങ്ങളൊരു രജിസ്ട്രേഷൻ ഫീയും അടയ്ക്കുന്നുണ്ട്, അതേപോലെ ഒരു റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുന്നുണ്ട്. അത് അടയ്ക്കേണ്ടി വരും. ഇവിടെ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് കാൻഡിഡേറ്റ് ഹു ഡു നോട്ട് ജോയിൻ ദ സീറ്റ് അലോട്ടഡ് ടു ദം ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി വിൽ ബി ഫോർഫീറ്റഡ്. നിങ്ങൾ ഈ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഫീ ഒക്കെ അടച്ച് നിങ്ങൾ ഓപ്ഷൻസും കൊടുത്ത് ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ഇല്ലാതിരിക്കുകയോ രണ്ടാമത്തെ കേസ്. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എടുത്തേ മതിയാവൂ, ഇല്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇനി അതേപോലെ കാൻഡിഡേറ്റ്സ് ഹു വിൽ ബി അലോട്ടഡ് സീറ്റ് ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് വിൽ ഹാവ് ടു റിപ്പോർട്ട് അറ്റ് ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. ആൻഡ് ജോയിൻ ദ സീറ്റ് വിത്ത് ദെയർ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നമ്മൾ മേലെ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്, ആ സമയത്ത് ജോയിൻ ചെയ്യണം. അടുത്തത് ദ ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് വിൽ ബി ഷെയർഡ് വിത്ത് ദ സ്റ്റേറ്റ് കൗൺസിലിംഗ് അതോറിറ്റി ആൻഡ് സച്ച് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡീബാർഡ് ഫ്രം ടേക്കിംഗ് അഡ്മിഷൻ ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് ഓഫ് സ്റ്റേറ്റ് കൗൺസിലിംഗ്. ഈ റൗണ്ടുകൾക്ക് ശേഷം സ്പെഷ്യൽ സേവ് വേക്കൻസിക്കും 5ാമത്തെ റൗണ്ടിനും ശേഷം സീറ്റ് ബാക്കിയായാൽ സ്റ്റേറ്റിക്ക് സീറ്റ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ MBBSൻ്റെ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ സീറ്റ് വേക്കൻസി വന്നാൽ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടിയ കുട്ടികളെയും സീറ്റ് കിട്ടിയിട്ട് എടുത്താലും എടുത്തില്ലെങ്കിലും ആ കുട്ടികളെ ഈ സ്റ്റേറ്റിൻ്റെ കൗൺസിലിംഗിൽ നിന്ന് പുറത്താക്കും. ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതുപോലെ കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് വിൽ ഹാവ് ടു ഫർണിഷ് ആൻ അണ്ടർടേക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു അലോട്ട്മെൻറ്റ് ഓഫ് സീറ്റ് അറ്റ് ദ ടൈം ഓഫ് ചോയ്സ് ഫില്ലിംഗ്. അതായത് നിങ്ങളൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചോയ്സ് ഫില്ലിങ്ങിന് പോകുമ്പോൾ തന്നെ, അതായത് നിങ്ങൾ സൈറ്റിൽ കയറി ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യേണ്ടി വരും. ആ ഡിക്ലറേഷൻ എന്താണെന്ന് ഞാൻ കാണിക്കാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ നിങ്ങളത് എടുക്കുമെന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫീ നഷ്ടപ്പെട്ടു, അത് തിരിച്ച് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യത്തിൻ്റെ ഒരു അണ്ടർടേക്കിംഗ് മാത്രമാണ്. അണ്ടർടേക്കിങ്ങിൻ്റെ ഫോർമാറ്റ് ഇവിടെയുണ്ട്. ഐ അഗ്രി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് ഓഫ് NEET UG കൗൺസിലിംഗ്. ഐ അഫേം ദാറ്റ് ഐ ആം നോട്ട് ഹോൾഡിംഗ് എനി സീറ്റ് ഇൻ പ്രീവിയസ് റൗണ്ട്. എനിക്ക് മുമ്പ് ഉള്ള റൗണ്ടുകളിൽ സീറ്റ് കിട്ടിയിട്ടില്ല, സ്റ്റേറ്റിലോ ഓൾ ഇന്ത്യയിലോ MBBSനോ BDSനോ സീറ്റ് കിട്ടിയിട്ടില്ല എന്നും. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് സീറ്റ്സ് ആർ പ്രീഷ്യസ് ഇൻ നേച്ചർ. ഹെൻസ് ഇഫ് ഐ ആം അലോട്ടഡ് എ സീറ്റ് ഡ്യൂറിംഗ് ദ സ്പെഷ്യൽ സേവ് വേക്കൻസി റൗണ്ട് ഐ വിൽ ജോയിൻ ദ അലോട്ടഡ് സീറ്റ്. If due to any reason I do not join the allotted seat, my refundable security deposit will be forfeited. അതായത് എനിക്കിതുവരെ ഒരു സീറ്റ് ഇവിടെ MBBSനോ BDSനോ സ്റ്റേറ്റിലോ ഓൾ ഇന്ത്യയിലോ കിട്ടിയിട്ടില്ല. അതായത് എനിക്ക് നിലവിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ഇനി എനിക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഞാനത് എടുക്കണമെന്ന് എനിക്കറിയാം, എടുത്തില്ലെങ്കിൽ ഞാൻ അടച്ച ഫീസ് നഷ്ടപ്പെടും എന്നുള്ള ഈ ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ ഡിക്ലറേഷൻ ചിലപ്പോൾ ഒന്ന് ടിക്ക് ചെയ്യേണ്ടി വരും, അത് ഓർക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ സീറ്റൊന്നും കിട്ടാത്ത കുട്ടികൾ ഓൾറെഡി ആയുഷ് കോഴ്സസിൽ ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ പാരാമെഡിക്കലോ കേരളത്തിലെ നഴ്സിങ്ങോ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ റിസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്ന് ധാരണയാക്കിയിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് കടക്കാവൂ. ഇനി അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റ് വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.